So children, please take page number 19. Okay? ബാക്കിയുള്ള എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. So page number 19 ഏതാണ് നമ്മള് third question. First and second question we have already finished. So coming to the third question. Okay? Third question, what it is? Circle the correct answer for each of these. Okay, correct answer circle ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് first question? Houses in snow covered region. What it is? First one have wooden flooring or second one are made of bricks and cement. Who is going to tell me? Rifa Mariam? Yes, Rifa, you can tell me. Mic on ചെയ്തിട്ട് പറഞ്ഞോളൂ ട്ടോ. First question, third question ന്റെ answer, correct answer ഏതാണ് മോളെ? You can tell me. Houses in snow covered regions. ഏതാണ് correct answer? Houses in snow covered regions got രണ്ട് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഹാവ് വുഡൻ ഫ്ലോറിംഗ് ഓർ ആർ മെയ്ഡ് ഓഫ് ബ്രിക്സ് ആൻഡ് സിമെന്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൗസസ് ഇൻ സ്നോ കവേർഡ് റീജിയൻ. മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ എങ്ങനത്തെ വീടാണ് ഉണ്ടാക്കുക? ഓർത്ത് നോക്കിയേ. ഓർക്കുന്നുണ്ടോ? മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ എങ്ങനത്തെ വീടാണ് നമ്മൾ ഉണ്ടാക്കുക? നമ്മള് ഫോർ ടൈപ്സ് ഓഫ് വീടിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? ആ, ഏതായിരുന്നു? നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് പറയൂ ഏതാണെന്നുള്ളത്. നമുക്ക് രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? കറക്റ്റ് ഓപ്ഷൻ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വായിച്ചേ, ഏതൊക്കെയാണ്? Flooring. First option is have wooden flooring. Second option made of bricks and cement. So മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളില് എങ്ങനത്തെ വീടാണ് ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഫസ്റ്റ് വൺ അല്ലേ? വുഡൻ ഫ്ലോറിംഗ് ഉള്ള വീടാണ് ഉണ്ടാക്കുക അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? വുഡ് ഹൗസിന്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മഞ്ഞ് സ്ഥലങ്ങളിലെ വുഡ് ഹൗസ് ആണ് ഉണ്ടാക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സോ ആൻസർ എന്താണ്? ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഓപ്ഷൻ. Flooring. Yes. So children, please write down. First option is the correct answer. Okay. Have wooden flooring. You can circle. Okay. Second one. Houses in regions that receive heavy rainfall are. What is the first? What is the correct option? First one is built on stilts. Second one is built of mud. Who will tell me? Niranjana, you can tell me. Mic on ചെയ്തിട്ട് പറയൂ മോളെ. Yes. Built of stilt. Yes, very good. Built on stilt. Stilt house ആണ് റെയിൻഫോൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ? അത് എവിടെയാണ് കാണാൻ പറ്റുക? നമ്മൾ പഠിച്ചു. ആസാം പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് എന്താണ്? സ്റ്റിൽറ്റ് ഹൗസ്. മുളയുടെ പുറത്താണ് നമ്മൾ വീട് ഉണ്ടാക്കുന്നത് അല്ലെ? സോ കറക്റ്റ് ആൻസർ ഈസ് ബിൽറ്റ് ഓൺ stilts. First option. You can circle that. Okay. Next. Third question. Houses in rural Rajasthan have thick mud walls because they experience. First option is heavy rainfall. Second option is hot and dry climate. Okay, who will tell me?
Vaiga, can you unmute and tell me, mole? Mic on cheyu. എന്താണ് ക്വസ്റ്റ്യൻ മോളെ വായിച്ചു നോക്കൂ. ഹൗസസ് ഇൻ റൂറൽ രാജസ്ഥാൻ. രാജസ്ഥാൻ എന്ന് പറഞ്ഞ എവിടെയാണ്? അതൊരു മരുഭൂമിയാണ്, ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. അവിടെ എന്താണ്, എങ്ങനത്തെ വീടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തിക്ക് മഡ് വാൾസ് അല്ലെ, മണ്ണ് കൊണ്ടുള്ള വോളുള്ള വീടാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനത്തെ വീട് എന്തിനാണ് സഹായിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. ഫസ്റ്റ് വൺ ഹെവി റെയിൻഫോൾ, സെക്കൻഡ് ഓപ്ഷൻ ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്. ഏതായിരിക്കും മോളെ? എന്തിനാണ് ഉപയോഗിക്കുക? Hot and very cold. ഹോട്ട് ആൻഡ് വെരി ഗുഡ്. ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് അല്ലെ, അവിടെ ചൂട് കൂടുതലുള്ള സ്ഥലമാണ്. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു മരുഭൂമിയാണെന്നല്ലേ. സോ അങ്ങനെയുള്ള സ്ഥലത്ത് എന്താണ്, ചൂട് വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള ചൂടിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളത് എന്താണ്, മണ്ണ് കൊണ്ടുള്ള വീടാണ്. സോ അത് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മളെ ചൂടിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും അല്ലെ. സോ ഓപ്ഷൻ ഈസ് സെക്കൻഡ് വൺ, ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്. ഓക്കെ, ആദിദേവ് എഴുതുന്നില്ലേ മോനെ? ആദിദേവ് എഴുതുന്നുണ്ടോ? Yes. എഴുതിയോ? സർക്കിൾ ചെയ്തോ? യെസ്, എഴുതിയതാണ്. ടീച്ചർ അയച്ചു തന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. ബിൽഡിംഗ് എ ഹൗസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലാൻഡ് ഫോം ഓഫ് ദ പ്ലേസ് ആൻഡ് പിന്നെന്തൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ലേക്സ് ആൻഡ് റിവേഴ്സ്, സെക്കൻഡ് വൺ ഈസ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. എന്താണ് ക്വസ്റ്റ്യൻ? ബിൽഡിംഗ് എ ഹൗസ്, നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ലാൻഡ് ഫോം. അവിടുത്തെ എന്താണ് ലാൻഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സ്ഥലത്തിന്റെ കണ്ടീഷനും അല്ലെ, നിലത്തിന്റെ രീതികളും ലാൻഡ് ഫോം. ഓക്കെ, എങ്ങനത്തെ നിലമാണ്, എങ്ങനത്തെ സ്ഥലമാണ്. പിന്നെ എന്താണ്, പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്? അവിടുത്തെ ഭൂമിയുടെ സ്ട്രക്ചറും അവിടുത്തെ നിലത്തിന്റെ സ്ട്രക്ചറും പിന്നെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒരു വീട് നമ്മൾ ഉണ്ടാക്കുന്നത് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഓക്കെ, എന്തായിരിക്കും ഓപ്ഷൻ മീൻ കറക്റ്റ് ആൻസർ? ദിവ്യ എന്നുള്ളത് ആരാണ്? മോന്റെ പേരെന്താണ്? ദിവ്യ എന്നുള്ള പേരിലുണ്ടല്ലോ. ദിവ്യ. യെസ്, ക്യാൻ യു ഹിയർ മീ? മൈക്ക് ഓൺ ചെയ്യാം മോനെ, മൈക്ക് ഓൺ ചെയ്യാൻ അറിയാമോ? മോൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറയൂ ടീച്ചറിന്റെ അടുത്ത്. ക്ലൈമാറ്റിക്, വെരി ഗുഡ്. ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ഭൂപ്രദേശത്തിന്റെ രീതിയും പിന്നെ എന്താണ് അവിടുത്തെ അന്തരീക്ഷ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. നമ്മൾ പഠിച്ചു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൗസസ് ഉണ്ടാക്കുന്നത് അല്ലെ. മഴ കൂടുതലുള്ള സ്ഥലത്ത് ഒരു ടൈപ്പ് ഓഫ് ഹൗസ് ആണ്, എന്താണ്? സ്റ്റിൽറ്റ് ഹൗസ് ആണ്. മഞ്ഞ് കൂടുതലുള്ള സ്ഥലത്ത് എന്താണ്? നമ്മള് വുഡ് ഹൗസ് ഉണ്ടാക്കും അല്ലെ. ചൂട് കൂടുതലുള്ള സ്ഥലത്ത് എന്താണ്? നമ്മൾ മഡ് ഹൗസ് ഉണ്ടാക്കും. സോ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അവിടുത്തെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹൗസസ് ഉണ്ടാക്കുന്നത് അല്ലെ. സോ മഴ കൂടുതലുള്ള സ്ഥലത്ത് നമ്മുടെ ഇവിടെയുള്ള വീട് പോലെ ഉണ്ടാക്കി എന്താ ചെയ്യുക? മഴ കൂടിയിട്ട് മഴവെള്ളമൊക്കെ വീടിന്റെ ഉള്ളിൽ കയറും. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റിൽറ്റ് ഹൗസ് ആണ് ഉണ്ടാക്കുന്നത്. സോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഹൗസ് ഏത് ടൈപ്പാണ് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വീട് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്? സെക്കൻഡ് ഓപ്ഷൻ, climatic conditions. Okay, I hope it's clear. എല്ലാവർക്കും മനസ്സിലായല്ലോ? എഴുതാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ you can note it down. Okay, first question, houses in snow covered regions. Option is first one, have wooden flooring. Okay, second one, houses in regions that receive heavy rainfall are, first option, built on stilts. Okay, third one, houses in rural Rajasthan have thick mud walls because why? It got hot and dry climate. And the fourth, building a house depends on the landform of the place and what? Climatic conditions. എല്ലാരും എഴുതിയല്ലോ? ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് നോക്കാം. യെസ്, നൗ വി വിൽ സീ ദ എക്സസൈസ് ഇൻ പേജ് നമ്പർ 22. ഓക്കെ,
Page number 22. First question. Write the names of 4 building materials that were used to build your school building. എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന 4 ബിൽഡിംഗ് മെറ്റീരിയലിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആരാണ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്? പാർവതി മോള് പറയാമോ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച 4 ടൈപ്പ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? 4 എണ്ണം പറയൂ. Cement, brick, sand, സിമന്റ്, ബ്രിക്ക്, പിന്നെ രണ്ടെണ്ണം പറഞ്ഞു. ഓക്കെ, ഞാൻ ഇനി ചോദിക്കട്ടെ. എൻറിക് ടോജോ, എൻറിക്. cement, brick, നിക്ക് മോളെ, രണ്ടെണ്ണം പറഞ്ഞൂല്ലേ? ഞാൻ അടുത്ത ആളോട് ചോദിക്കാം കേട്ടോ. സിമെന്റ്, ബ്രിക്ക് പറഞ്ഞു. അടുത്ത എൻറിക്, ബാക്കിയുള്ളത് പറയൂ. stones, iron, steel. ഓക്കെ, നിങ്ങളെ സ്കൂൾ ബിൽഡിംഗ് ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ട്രോങ് ബിൽഡിംഗ് ആണ് അല്ലെ? സോ എന്തൊക്കെയാണ് ഉള്ളത്? സിമെന്റ്, ബ്രിക്ക്, സ്റ്റോൺ ആൻഡ് അയൺ അല്ലെ? 4 ബിൽഡിംഗ് മെറ്റീരിയൽ. യു ക്യാൻ റൈറ്റ് ഡൗൺ. നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. വേറെ എന്തൊക്കെയാണ് വരിക? ഇപ്പം ചിലരുടെ സ്കൂൾ മെറ്റീരിയൽ ഇപ്പം തടി കൊണ്ടുള്ള പഴയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ചിലപ്പോൾ തടിയൊക്കെ ഉണ്ടാവും അല്ലെ? സോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എഴുതാം. ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗിൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ അതിനനുസരിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽ ഏതാന്ന് എഴുതാം അല്ലെ? എന്തൊക്കെയായിരുന്നു ബിൽഡിംഗ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചത്? ഈ പേജ് നമ്പർ 9 ഫസ്റ്റത്തെ ഇതില് what type of houses will you build on a mountain that receives heavy snowfall? House ആണ്, wood house ആണ്. What type of house will you build on a mountain that receive heavy rainfall? അല്ല സോറി, heavy snowfall. സ്നോഫോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഏതാണ് ഉണ്ടാക്കുക? wood house. wood house. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ അത് രണ്ടും എഴുതിയതായിരുന്നല്ലോ. മോൻ ഉണ്ടായിരുന്നില്ലേ ലാസ്റ്റ് ക്ലാസ്സില്? രണ്ടും നമ്മൾ ഫിനിഷ് ചെയ്തതല്ലേ? വുഡ് ഹൗസ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് 22 എഴുതിയ എല്ലാരും. 4 ടൈപ്പ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ബ്രിക്ക്, സിമെന്റ്, എന്താണ്, സാൻഡ്, സ്റ്റോൺ. പിന്നെ നിങ്ങൾക്ക് പഴയ ബിൽഡിംഗ് ഒക്കെയാണ് വുഡിലുള്ളവർക്ക് വുഡ് എഴുതാം. ഓക്കെ, ചോദിച്ചോളൂ. എന്താണ്, ആരാണ് ചോദിക്കുന്നത്? പേര് പറയൂ മോനെ, ആരാണ്? എൻറിക്. ചോദിച്ചോളൂ. എന്ത് പറ്റി? നേരത്തെ മിസ് ഈ പേജ് കാട്ടിയപ്പോ അതില് മുകളിൽ കിടന്ന സ്നോഫോളിൽ കിടന്ന സ്റ്റിൽറ്റ് ഹൗസ് എന്നാണ് അല്ലെ? അത് ടീച്ചർ കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് മിസ്റ്റേക്ക് ആയിട്ട് എഴുതിയതാണ് കേട്ടോ. വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അത് വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞു തന്നത് ടീച്ചർ പറഞ്ഞത് വുഡ് ഹൗസ് എന്നല്ലേ പറഞ്ഞത്? പറഞ്ഞത് വുഡ് ഹൗസ്. അത് മിസ്റ്റേക്ക് ആയിട്ട് എഴുതിയതാണ്. പക്ഷെ അത് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റിൽറ്റ് ഹൗസ് മിസ്റ്റേക്ക്. ടീച്ചർ ആദ്യം ഹെവി റെയിൻഫോൾ എന്നാണ് വായിച്ചത്, അതുകൊണ്ടാണ് അത് എഴുതിയത്. ഓക്കെ, സ്നോഫോൾ ഉള്ള റീജിയനിൽ എന്താണ് നമുക്ക്? വുഡ് ഹൗസ് ആണ് വരിക. റെയിൻഫോൾ ഉള്ള റീജിയനിൽ എന്താണ്? സ്റ്റിൽറ്റ് ഹൗസ്. ക്ലിയർ ആയില്ലേ? യെസ്. സോ 22 അല്ല, അടുത്ത നമ്മൾ ഈ 22-ലല്ലേ പറഞ്ഞോട്ടെ? അത് എഴുതി എല്ലാരും? 4 ബിൽഡിംഗ് മെറ്റീരിയൽ എഴുതിയോ? യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എനി 3 people who help in building a house. നമ്മൾ പഠിച്ചു എന്താണ്? പേഴ്സൺസ് ഹെൽപ് ടു ബിൽഡ് യുവർ ഹൗസ്. ഓക്കെ, 3 പേരുടെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അഖിൽ കൃഷ്ണ,
Atul Krishna, can you unmute and tell me, Atul? Atul Krishna. പറയൂ മോനെ. 3 പേരുടെ പേര് പറയൂ. എന്താണ് ക്വസ്റ്റ്യൻ കണ്ടോ? Name any 3 people who help in building your house. എന്തായിരുന്നു? അറിയാമോ മോനെ അതുൽ? അതുൽ? Carpenter. Okay. Painter. Okay. Electrician. Electrician. Okay. 3 പേരുടെ പേരായില്ലേ? ഇനി ടീച്ചർ ചോദിക്കട്ടെ. ആയിഷ? ആയിഷ? യെസ്, മോള് പറഞ്ഞോളൂ. 3 പേരുടെ പേര് പറഞ്ഞോളൂ. ആയിഷ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല മോളെ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ അറിയാവോ? മൈക്ക് ഓൺ ചെയ്യൂ. യെസ്, പറഞ്ഞോളൂ. പെയിന്റർ, കാർപെന്ററും ഇതാണ് പറഞ്ഞത്. ഒരാൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞു. വേറെ ആരൊക്കെയുണ്ട്? നമ്മുടെ ബിൽഡിങ്ങിന്റെ വോൾ ആരാ കെട്ടുന്നത്? വോൾ ആരാ കെട്ടിത്തരുന്നത്? വോളില്ലേ, നമ്മുടെ ഭിത്തി, നമ്മുടെ വീടിന്റെ ഭിത്തി ആരാ കെട്ടിത്തരുക? ആളുടെ പേരെന്താ പറയാ? മേസൺ. ഓർക്കുന്നുണ്ടോ മേസൺ പഠിച്ചത് നമ്മള്? ആരൊക്കെ എല്ലാവർക്കും കിട്ടിയോ പേരുകള്? മേസൺ, പെയിന്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ. പിന്നെ നമ്മളെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ആരാണ് വരച്ചു തരുന്നത്? ആർക്കിടെക്ട്. പഠിച്ചു ഓർക്കുന്നുണ്ടോ? ആ, ഓക്കെ. സോ 3 പേരുടെ പേര് കേട്ടോ. ടീച്ചർ ഇവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. അറിയാത്തവർക്ക് ഇവിടെ നോക്കി എഴുതാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സ്പെല്ലിംഗ് കിട്ടാത്തവർക്ക് ഇവിടെ നോക്കി എഴുതിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ആർക്കിടെക്ട്, മേസൺ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ. കിട്ടിയോ? 3 പേരുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചറോട് എഴുതിയിട്ടുണ്ട്, നോക്കി എഴുതാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? റൈറ്റ്, ട്രൂ ഓർ ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയോ തെറ്റോ ആണ് ചോദിച്ചിരിക്കുന്നത്. എ കാർപെന്റർ ഫിക്സസ് പൈപ്സ് ആൻഡ് ടാപ്സ് ഇൻ എ ഹൗസ്. ട്രൂ ഓർ ഫോൾസ്? ജിനു ജോസ്, can you tell me? False. False. പിന്നെ എന്താണ് പറയുക? കാർപെന്റർ എന്താണ് ചെയ്യുന്നത്? പിന്നെ തടി മുറിക്കും. തടി മുറിച്ചിട്ട് എന്താണ്? തടി കൊണ്ട് നമ്മൾ വീടും വാതിലും, വീടിന്റെ വാതിലും ജനലും ഒക്കെ ഉണ്ടാക്കി തരും അല്ലേ? സോ കാർപെന്റർ ഫിക്സസ് പൈപ്സ് ആൻഡ് ടാപ്സ്. ദാറ്റ് ഈസ് ഫോൾസ്. ഓക്കെ. Second, we can build a house with a paper and a pencil. Is it correct or not? പേപ്പറും പെൻസിലും കൊണ്ട് നമുക്ക് വീടുണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോൺ, correct or not? False. False. Yes, very good. Yes. Then third one,
Masons lay bricks for building a house. Savaria, you can tell me, Mole. Yes. Third question answer, true or false? Yes, true. Okay, very good. Mason lay bricks for building a house. It is true. Alle? So first answer is false. A carpenter fixes pipes and taps in a house. That is false. Second question, we can build a house with a paper and pencil. That is also false. Third one, mason lay bricks for building a house. That is true. എല്ലാവർക്കും കിട്ടിയോ എഴുതാനായിട്ട്? Yes. So we have finished the exercise part. Okay.